ഹലോ അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നിനക്കില്ല കേട്ടോ. എനിക്ക് വേണ്ടേനെ, ഞാൻ സ്വീകരിക്കണമില്ല. ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനത്തോടെ എനിക്ക് ശരി 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 ഒരുപാട് താല്പര്യം വേണ്ട, എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ സ്റ്റവ് വെച്ചിട്ടാണ്. അതുകൊണ്ട് നീ ഒന്നും വെട്ടിപ്പോരും കേട്ടോ. നിനക്ക് എന്തെങ്കിലും ഞാൻ തരും. മിണ്ടാണ്ടിരുന്നോളൂ. ഐ ഡോണ്ട് വാണ്ട് യുവർ ഉമ്മ. ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താറിയോ? എന്താ? ഇപ്പൊ നമ്മൾ ഓണൊക്കെ കഴിഞ്ഞു, ഒരുപാട് സദ്യയൊക്കെ കൂട്ടി നമ്മൾ. അതിന് പിന്നെ അതിനുശേഷം സദ്യ കൂട്ടി കൂട്ടി മതിയായി പറഞ്ഞിട്ട് ഇറച്ചിയും മീനും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഓണം വരെ നമ്മൾ അതൊന്നും കൂട്ടില്ലേ? അതല്ല, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ പഴയ കാലത്തെ വിഭവങ്ങളൊക്കെ കഞ്ഞിയും ചമ്മന്തിയും അതും ആവാം. ഞാനതൊക്കെ കഴിച്ചു 2 പ്രാവശ്യം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മുളകുഷ്യം. എന്ത് മുളകുഷ്യം? അതാരാ? അങ്ങനെ ഒരു കറി, മത്തങ്ങയും ചേനയും കൂടിയിട്ട് ഒരു മുളകുഷ്യം. പഴയ കാലത്തെ ഒരു വിഭവമാണ്. പക്ഷെ എത്ര പഴയതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ എല്ലാ വിഭവങ്ങളൊക്കെ അപാഠമായി എല്ലാം കഴിക്കില്ലേ. അതിനുശേഷം ഇതുപോലുള്ള സിമ്പിൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ അതിന്റെ ഒരു രുചി വേറെ. പഴയതിനാണമ്മ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. ഇത് വെക്കുമ്പോൾ എനിക്ക് ഇതാ. അപ്പൊ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതാ, മത്തങ്ങയും ചേനയും കൂടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതില് ഉണക്കമുളകും ചെറിയ ഉള്ളി മാത്രം, മഞ്ഞളും കൂടി കൂട്ടിയിട്ടില്ല. മഞ്ഞൾ ഇതിന് ആവശ്യമില്ല. ഉണക്കമുളകും ചെറിയ ഉള്ളി മാത്രം അരച്ചതാണ് കേട്ടോ. എപ്പോഴും നമ്മള് മുളകുഷ്യം വെക്കുമ്പോ നമ്മള് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ്. മുളക് അരച്ച് തന്നെ കൂട്ടണം. ഒരു 3 ചെറിയ ഉള്ളി കൂട്ടിയിട്ട് എരിവിന് ആവശ്യമുള്ള മുളകും മതി. പൊടി ഇട്ടിട്ട് വെക്കുമ്പോ ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ കറിവേപ്പില, ഉപ്പ്, കറിവേപ്പില ഇല്ലാതെ കളിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ കഷ്ണം കിട്ടും. ചേനി, മത്തങ്ങ. ഞാൻ ഈ പഴയതെന്ന് ഉദ്ദേശിച്ചത് പഴയ വസ്തുക്കളെയാണ് കേട്ടോ. അപ്പതാ അതിന് ഈ മുളകും ഇതിന്റെ ഒപ്പിട്ട് കൊടുക്കും. തെറ്റിദ്ധരിക്കരുത്. പഴയത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ എന്താ കാരണം? നീ ഒരുപാട് പറയണ്ട. അല്ല, അമ്മ അങ്ങനെ പറയും. അരപ്പുവെള്ളം വേസ്റ്റ് ആക്കരുത്. ഇല്ലില്ല, അമ്മ ആക്കാറില്ലല്ലോ. അത് മുളകൊക്കെ പോട്ടെ. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ക്യൂട്ടസ് ഒക്കെ മാറ്റാറുള്ള സമയമായോ എന്നൊരു സംശയം. ഭഗവാനെ, ഇങ്ങനെയും ചില ആൾക്കാരോ. അപ്പൊ ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് വേണല്ലോ. പിന്നെ ഉപ്പിടാൻ മറന്നു കണ്ടോ? ഉപ്പിടാൻ മറന്നിട്ടൊന്നുമില്ല. അന്ന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. എന്നിട്ട് അത് അടച്ചു വെച്ചു. പിന്നെ വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി. അധികമൊന്നും ഇല്ല. കൊറേ ദിവസമായല്ലോ എന്തെങ്കിലും ഒരു കഥ. ഈ കറി വെക്കുമ്പോ എനിക്ക് ഒരു ഓർമ്മ വരും. എന്തറിയോ, നമ്മുടെ അമ്മണിയമ്മയില്ലേ, അപ്പുമാമന്റെ പറയൂ. നമ്മുടെ അപ്പുമാമെന്ന് വിളിക്കും. പറയൂ. ഞാൻ അപ്പോട്ടാന്ന് വിളിക്കുക. അപ്പൊ ആള് നമ്മുടെ അമ്മണിയമ്മയില്ലേ, അവര് നമ്മുടെ കുളത്തിലാണല്ലോ കുളിക്കാൻ വരിക. അപ്പൊ അവർ കുളിക്കാൻ വരുമ്പോ ഞാൻ അവിടെ പോയി അവരോട് സംസാരിക്കാനൊക്കെ പോകണ്ട. നമ്മളെ വീട്ടിലുള്ള കുളമല്ലേ. അപ്പൊ അവിടെ പോയി വർത്താനം പറയുമ്പോ എന്താ അമ്മയമ്മേ, ചോറും കറിയൊക്കെ ആയോ? എന്താ കറിയത്? ചോറ് മുളകുഷ്യം. മിക്കവാറും പറയും മുളകുഷ്യം. അറിയോ, ചേമ്പാണെങ്കിലും മുളകുഷ്യം വെക്കും, കുമ്പളങ്ങ മുളകുഷ്യം വെക്കും, മത്തങ്ങ വെക്കും. അങ്ങനെ ഏതാണ്ട് സാധനങ്ങളൊക്കെ അവർക്ക് മുളകുഷ്യം വെക്കാറിയാം. അതെപ്പോഴും എന്താ നിങ്ങൾ ഈ മുളകുഷ്യം വെക്കുന്നത്? അത് എളുപ്പമല്ലേ, കഴിക്കാനും നല്ലതല്ലേ എന്ന് പറയും. അപ്പൊ അവരുടെ ഓർമ്മ വരും ഈ മുളകുഷ്യത്തിന്. കഴിച്ചു നോക്കി ഞാനോ? ഇല്ല, അവർ പറയുന്നത് കേട്ടു. പക്ഷെ മുളകുഷ്യം ഇങ്ങനെ ഉണ്ടാവുന്ന എനിക്കറിയാലോ. എന്റെ അമ്മ എപ്പോഴും വെക്കാറുള്ളതല്ലേ. അങ്ങനെ. അപ്പൊ കുറെ ദിവസമായില്ല അമ്മ ഒരു കഥയൊക്കെ പറഞ്ഞിട്ടമ്മ. ഒരു ലോങ് ആയി വേണം. കുറെ ദിവസമായിട്ട് കഥ പറയാറില്ല. നമ്മുടെ ഈ രാജാവും മന്ത്രിയും ഋഷിയൊന്നും വരാണ്ട്. അല്ലമ്മ, ഇത് കളിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റിയാലിറ്റി ഷോ അനുഭവങ്ങളല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി അതിലുണ്ടാവുമല്ലോ. അപ്പോ ഈ കോംപ്രമൈസ് കേട്ടിട്ടുണ്ടോ? കോംപ്രമൈസ് എന്നുള്ളതല്ലേ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടമ്മ. പിന്നെ എല്ലാരും മരണം കേട്ടിട്ടുണ്ട്, ക്ഷീണം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ. പക്ഷെ ഞാൻ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്ന സ്ത്രീ ജന്മങ്ങളെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ പഴയ കാലത്ത്, ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത്,
എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്ത്. പല ജീവിതം തന്നെ ജനിച്ചപ്പോൾ തൊട്ട് വളർന്ന് കുറച്ച് വലുതായ തൊട്ട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കണം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു അന്ധക്കാലം കേട്ടോ, ഇപ്പോഴല്ല. അന്ധക്കാലത്തിൽ അവർ മട്ടും பார்த்துருக்கீங்க. புருஷனெல்லாம் பார்த்ததே கிடையாது காம்ப்ரமைஸ் பண்றது. புருஷனுக்கு காம்ப்ரமைஸே கிடையாது. இது தமிழ் சேனல் கிடையாது, மலையாளம் சேனல். மலையாளத்தில் பேசுங்க. അന്ന് പുരുഷന്മാർ കോംപ്രമൈസ് ചെയ്യാന്നുള്ളത് വിരളാണ്, ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ, പക്ഷെ അധികമില്ല. അന്ന് പെണ്ണുങ്ങളാണ് കോംപ്രമൈസ് ചെയ്യാൻ. അതിട്ട് പുരുഷന്മാർ കിട്ടത് താങ്ങല്ല, അന്ന് അങ്ങനെ ആയിരുന്നു. അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, എനിക്കറിയില്ല. എന്നാൽ അത് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്കറിയാം. ഇത് കഴിഞ്ഞിട്ട് വേണം അച്ഛനോടൊക്കെ പോയി ചോദിക്കാം. അച്ഛൻ്റെയും കാലത്ത് മുമ്പാണോ അതോ നമ്മുടെ കാലത്ത്? മുമ്പ് തൊട്ടും എൻ്റെ കാലം തൊട്ടും ഒക്കെ കോംപ്രമൈസ് ഉണ്ട്. ആണോ? അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താ? കോംപ്രമൈസോ? അപ്പോൾ ഇതാണ് ഈ കോംപ്രമൈസ് എന്ന് 3 വർഷം പറഞ്ഞത്. അപ്പോൾ കോംപ്രമൈസിൽ എന്തൊരു പുള്ളിയും മുള്ളിയൊക്കെ വെച്ചിട്ടുണ്ടമ്മ. ആഹാ, പോരട്ടെ. ഇന്നത്തെ കാലത്ത് സ്ത്രീകളല്ലേ? ഇന്നത്തെ കാലത്തെ സ്ത്രീകള് അന്നത്തെ കാലത്തെ പോലെ അല്ല, അവര് നല്ല ബുദ്ധിമതികളായി മോനെ. അന്ന് പാവം അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും അവരങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ വളർത്തി കൊണ്ടുവന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിലാണ് ഞാൻ പറയുന്നത്. അവര് വളർത്തിക്കൊണ്ടുവന്നത് അത് അവരങ്ങനെ ആക്കി വളർത്തിയതോ? അല്ല, അത് നമ്മുടെ ഒരു കുടുംബത്തിന് ജീവിക്കുന്ന സമയത്ത് ഇതേ രീതിയിലാണല്ലോ നമ്മൾ കണ്ടു വളർന്നത്. നമ്മുടെ മാതാപിതാക്കളെ ആണെങ്കിലും ബന്ധുമിത്രാദികളെ ആണെങ്കിലും. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ആയി പോവല്ലേ. അവരെല്ലാരും പറയും അതാണല്ലോ, കോംപ്രമൈസ് ചെയ്യൂ, അതിന് ചെയ്യൂ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൂ, ഇങ്ങനെയൊക്കെ അല്ലേ. കാര്യത്തിനടുത്ത് ചോദിച്ചാൽ അമ്മ പറയാൻ വന്ന് മറന്നു പോകുന്ന എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പോ പണ്ട് നമ്മളിപ്പോ ജനിച്ചു എന്ന് വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പണ്ടായിരിക്കും? പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാലഘട്ടം തന്നെ വിചാരിച്ചു. അതിന് മുമ്പൊന്നും എനിക്ക് വിചാരിക്കാൻ വയ്യ. എന്റെ കാലഘട്ടത്തിന്റെ ശേഷത്തെ അല്ല ഞാൻ പറയുന്നത്, എന്റെ കാലഘട്ടം അതിന്റെ മുമ്പിലത്തെയൊക്കെ ആയിരിക്കും. അപ്പൊ അന്ന് പെൺകുട്ടികൾ വലുതായി കഴിഞ്ഞ് ഒരു 10-15 വയസ്സുകൊണ്ട് കഴിഞ്ഞ് 16ലേക്ക് അങ്ങനെ എത്തുമ്പോ അവരുടെ പഠിപ്പൊക്കെ അവിടെ നിർത്തുകയാണ്. എന്നറിയോ, എഴുതാനും വായിക്കാനും അത്യാവശ്യം വിവരമൊക്കെ ആയി. ഇനി ഇവർക്ക് പഠിപ്പൊന്നും വേണ്ട, നല്ലൊരു പയ്യനെ കണ്ടു, നല്ലൊരു തറവാട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്ത് ഭാഗ്യം ചെയ്താലാണ്, എന്ത് രസമാണല്ലേ, കേൾക്കാൻ തന്നെ സന്തോഷമാണ്. അപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കണം, നല്ല തറവാട് വന്നോ. പിന്നെ വന്നിട്ട് ചെക്കൻ്റെ വീടൊക്കെ അറിഞ്ഞു വന്ന് പറയും, ഒരു നല്ല തറവാട്ടുകാരാണ്, നല്ല പയ്യനാണ്, അങ്ങനെയാണ്, അവന്റെ വീട്ടിൽ ഇത്ര ആൾക്കാരാണ്, എല്ലാം പറഞ്ഞു, എല്ലാം സംസാരിച്ചു. പെണ്ണ് കാണാൻ വന്നു. ചെക്കന് പെണ്ണിനെ ഇഷ്ടമായോന്നൊക്കെ ചോദിക്കും അവരുടെ വീട്ടുകാർ, അത് വേറെ കാര്യം. പക്ഷെ പെണ്ണിനോട് ചെക്കനെ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നവർ കുറവായിരിക്കും. പക്ഷെ അവരവരുടെ ചുറ്റുപാടും തറവാട് മഹിമ ഇതൊക്കെ നോക്കിയിട്ട്. ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എന്താ? വീടിന്റെ ചുറ്റല്ല തൊടിയോ? അതല്ല, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി അവർക്ക് ജീവിക്കാൻ പറ്റിയ ചുറ്റുപാട് അവിടെ ഉണ്ടോ? ചട്ടവും കത്തിയും കാര്യങ്ങളും പച്ചക്കറിയും മീൻസ് എല്ലാം ഉണ്ടോ? സുഖമായി കഴിയാൻ പറ്റിയ ഒരു ചുറ്റുപാടാണോ? അങ്ങനെയൊക്കെ നല്ല ജോലിയുണ്ടോ ചെക്കൻ? അപ്പൊ ഈ പെൺകുട്ടിയെ കെട്ടിയിട്ട് ചുറ്റുപാടൊക്കെയാണ് കൊണ്ടുപോകുന്നത്, വീട്ടിലേക്കല്ലേ? സാമ്പത്തികമായിട്ടുള്ളവരാണോ? അങ്ങനെയൊക്കെ നോക്കുക. ജോലി ഉണ്ടെങ്കിൽ അതായി. അമ്മ ഉദ്ദേശിച്ച ചുറ്റുപാട് സാമ്പത്തികമായിട്ടല്ല ഉണ്ടോന്ന്, അല്ലാണ്ട് വീട്ടിന്റെ ചുറ്റല്ല. അല്ല, എനിക്കത്ര അറിയില്ലല്ലോ. അല്ല, പെണ്ണവിടെ ഓട്ട മത്സരത്തിന് പോകുന്നല്ലോ. അല്ല, ഒരു ചോദ്യം, വീടിന്റെ ചുറ്റുപാട് എന്തിനാ നോക്കണത്? അവിടെ എന്താ പറമ്പിലെ കിളക്കാനാ പെണ്ണിനെ കൊണ്ടുപോകണത്? ആ മനുഷ്യന്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിത്തിരിയണ പാടുണ്ടല്ലോ, പൈസ ഒക്കെ ഉണ്ടോ, ആസ്തി. മനസ്സിലായി. അതെന്ത് മഹിമയാണ്? ഞാൻ ഇതുവരെ ആ മഹിമ, ഈ തറവാട്ട് മഹിമ അല്ലേ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവിടെ പെണ്ണിന്റെ അപ്പൊ പെൺകുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് പഠിക്കണം എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ കല്യാണം, ചിലരൊക്കെ ഉണ്ട് ജോലിക്കൊക്കെ അയക്കുന്നവരും അന്നത്തെ കാലത്ത് ഉണ്ടല്ലോ. അപ്പൊ ഈ ക്രിസ്ത്യൻസിനാണെങ്കിൽ കൂടുതലാണ് കേട്ടോ, അവർ ജോലിക്ക് അയക്കും. അതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പറയാനും കൂടി, അതെങ്ങാനും അമ്മയോട് പറഞ്ഞിട്ട് അച്ഛനോട് അമ്മ പറയമ്മ എനിക്ക് പഠിച്ചിട്ടൊരു ജോലിയാവണമെന്ന് പറഞ്ഞ് അപ്പൊ പറയും, നീ ഒരു വീട്ടിൽ പോയിട്ട് കുടുംബം നോക്കി നിർത്താൻ പഠിക്കി, അല്ലാണ്ട് ഇതൊന്നും തന്നെ പഠിക്കേണ്ടത്, അടുക്കളയിലെ കാര്യങ്ങൾ ചോറും കറിയും വെക്കാനൊക്കെ പഠിക്കി എന്ന് പറയും. അവിടെ അവള് കോംപ്രമൈസ് ചെയ്തു. സെക്കൻഡ് കോംപ്രമൈസ് ആയി. അത് സെക്കൻഡ് കോംപ്രമൈസ് ആയോ. പിന്നെ കല്യാണം കഴിഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വേഗം മാറ്റി നിർത്തിയിട്ട് പറയും, മോളെ ചെക്കനും പെണ്ണൊക്കെ പുറപ്പെട്ട് നിൽക്കുന്ന സമയമാവും. അപ്പൊ പറയും, മോളെ ആ സമയത്ത് വിളിക്കാൻ പാടും, അങ്ങോട്ട് പോവാൻ അയക്കേണ്ട സമയമാവില്ലേ? മാറ്റി
തീർത്തു. ഇന്നത്തെ പോലെയൊന്നല്ല. അല്ല കല്യാണങ്ങൾ ടൈപ്പല്ലേ. യാത്രയൊക്കെ ദൂരമാണെങ്കിൽ പെട്ടെന്ന് അയക്കണ്ടേ, എന്തിനാ ആ സമയത്ത് മാറ്റി നിർത്തുന്നത്? പറഞ്ഞു കൊടുക്കാം, പണ്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അത് ആ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവും. എന്നാലും ആ സമയത്തൊന്ന് മാറ്റി നിർത്തി കാരണന്മാരൊക്കെ കൂടിയിട്ട് പറയും, അവിടെ പോയിട്ട് നല്ല പേരെടുക്കണം, ഞങ്ങളുടെ വളർത്തു ദിവസം പറയിപ്പിക്കരുത്, അവിടുത്തെ എല്ലാ കാര്യത്തിലും നീ അവരുടേതായ രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണം. അവിടെയും കോംപ്രമൈസ്. മൂന്നാമത്തെ കോംപ്രമൈസ് അവിടെ അവസാനം ചെക്കൻ്റെ വീട്ടിൽ പോയി, ഞാൻ എണ്ണിക്കോളാട്ടോ, ഭർത്താവിന്റെ വീട്ടിൽ പോയി. ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇവൾക്ക് സ്വന്തമായിട്ടൊരു രീതിയിൽ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ കാലത്തില്ല. എന്താ പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് അതിനനുസരിച്ച് ജീവിക്കണം. ആ സമയത്ത് അവള് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാറും. സ്വന്തം ഇഷ്ടങ്ങൾക്കൊക്കെ കടിയാണം വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാറും. ഈ കോംപ്രമൈസ് കണ്ടമാനുണ്ടല്ലേ. കല്യാണം കഴിഞ്ഞു, മക്കളുണ്ടായി. അപ്പൊ രണ്ട് മക്കളോ. ഈ 2 മക്കളുടെ കാര്യം പറയണ്ട, ഒന്നില് 1 പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 3-4 മതി. 2 മക്കള് പറയുമ്പോ ഞങ്ങളെ എന്തോ കുത്തി പറയും പോലെ കുറെ മക്കള് 2-3 മക്കളുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവൾക്ക് തോന്നും മത്തി ഈ മക്കളെ നമുക്ക് നന്നായിട്ട് വളർത്താന്ന് അവളുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. പക്ഷെ എവിടെ അവരുടെ വീട്ടുകാരോ ഭർത്താവൊക്കെ സമയം 5-6 മക്കളൊക്കെ ആയിക്കോട്ടെ, എന്താ കുഴപ്പം, മക്കൾ എത്ര ഉണ്ടെങ്കിലും നല്ലതല്ലേ എന്നുള്ള രീതിയിൽ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ അവിടെ അവളുടെ ഇഷ്ടത്തിന് ഒരു വിലയില്ല. കോംപ്രമൈസ്. അത് കഴിഞ്ഞ് മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവര് കോളേജിലൊക്കെ പഠിക്കാൻ വരെ അവർക്ക് അമ്മ എന്തെന്ന് പറയുമ്പോൾ എന്റെ അമ്മ പറയുന്നത് ശരിയാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരിങ്ങനെ കോളേജൊക്കെ കാണുകയല്ലേ, അവിടുത്തെ ജീവിത രീതികളൊക്കെ കണ്ടിട്ട് വരുമ്പോ അവര് വലിയ മിനിസ്റ്റർമാരെ പോലത്തെ ഒരു ഭാവം. അവര് അമ്മമാരെന്തായാലും പറയുമ്പോഴേ അവരതിനേക്കാളും വലിയ കാര്യങ്ങൾ അമ്മയ്ക്ക് ഉപദേശിക്കും. അപ്പോൾ അത് ശരി, എനിക്കില്ല, എൻ്റെ മകന് എന്നെക്കാളും അറിവായില്ലേ, ചിലപ്പോൾ അവൻ പറയുന്ന കാര്യത്തിൽ ശരി. അവിടെയും കോംപ്രമൈസ്. ഇതിൽ ഭാവാഭിനയം കൂടി ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അവിടെയും കോംപ്രമൈസ്. ഇങ്ങനെ ജീവിതകാലം അവസാനം പ്രായമായി ഇതൊക്കെ ആയി കഴിയുമ്പോൾ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ രീതിയിൽ അവർക്ക് ജീവിക്കേണ്ടി വരും. അവിടെയും കോംപ്രമൈസ്. ഭർത്താവിൻ്റെ ഇഷ്ടം, അച്ഛനമ്മയുടെ ഇഷ്ടം, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടം, അങ്ങനെ ഒരുപാട് കോംപ്രമൈസുകളിൽ മാത്രം തിരക്കപ്പെട്ട കുറേ ജീവിതങ്ങൾ. പക്ഷേ ഇന്നോ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയും. ഒരു കാലഘട്ടത്തിന്റെ കഥ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നോ കോംപ്രമൈസ്. നോ കോംപ്രമൈസ് അല്ലേ. ഇന്ന വയസ്സിൽ എനിക്ക് കല്യാണം കഴിക്കണം, ഇന്ന് ഞാൻ തീരുമാനിക്കും, പഠിക്കണം, ഞാൻ ഇന്നതേ പഠിക്കൂ, ഞാനത് നിർബന്ധമായിട്ട് എനിക്ക് ജോലി നേടണം. ആ പെൺകുട്ടി ധൈര്യത്തോടെ പറയുന്നു. അവിടെ നോ കോംപ്രമൈസ് ആണ്. ഇന്ന ആളിനെ കല്യാണം കഴിക്കണമെങ്കിൽ ആളെ ഞാൻ കല്യാണം കഴിക്കും, ഇതുപോലത്തെ ജോലി വേണം, ഇങ്ങനെ വേണം, എല്ലാം അവള് തീരുമാനിക്കും. അവിടെ നോ കോംപ്രമൈസ്. പിന്നെ എനിക്ക് എൻ്റെതായ ഭർത്താവിനോടടക്കം എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ നടത്തിയില്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറയും. അവിടെയും നോ കോംപ്രമൈസ്. ഇന്ന പ്രായത്ത് ഇന്ന സമയത്ത് എനിക്ക് മക്കൾ മതി. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അതില്ലേ, ഇന്ന സമയത്ത് എനിക്ക് മക്കൾ മതി, അല്ലെങ്കിൽ ഇത്ര എണ്ണം എനിക്ക് 1 അല്ലെങ്കിൽ 2 ഒരു ആഗ്രഹം ഉണ്ടാവും. അത് നിന്റെ ആഗ്രഹത്തിന് മാത്രമല്ല എൻ്റെയും കൂടി ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടും നോ കോംപ്രമൈസ് ആയി മാറി അല്ലേ. ഈ കോംപ്രമൈസ് എന്നുള്ളതും എല്ലാ കാര്യത്തിലും അത് ശരിയല്ല. അതുപോലെ ഈ നോ കോംപ്രമൈസ് എന്നുള്ളതും എല്ലാ കാര്യത്തിലും ശരിയല്ല. എന്തായാലും നല്ല രീതിയിലാണെങ്കിൽ ഈ കോംപ്രമൈസ് ഇല്ലേ, ചില വിട്ടുവീഴ്ചകൾ വേണം. പക്ഷെ നോ കോംപ്രമൈസിൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി ജീവിക്കാനും, നല്ല ദാമ്പത്യ ജീവിതമോ നല്ല കുടുംബ ജീവിതമോ നല്ല ജോലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് നോ കോംപ്രമൈസ് നല്ലതാണ്. പക്ഷെ തെറ്റായ രീതികൾ എന്തെങ്കിലുമൊക്കെ ആണ് അതിന് വേണ്ടിയിട്ട് നോ കോംപ്രമൈസ് എന്ന് പറയുന്നത് ഞാൻ യോജിക്കില്ല, അതിനെനിക്ക് യോജിപ്പില്ല. പക്ഷെ ഈ രണ്ടും നല്ല രീതിയിലായിരിക്കണം. ഇപ്പം എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ. ഈ കല്യാണ മണ്ഡപത്തിൽ പൊതുവെ നിങ്ങൾ കാണുന്ന ഒരു സീൻ ഉണ്ടാവും. കല്യാണ പെണ്ണ് തലകുലിച്ച് നിൽക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കല്യാണ പെണ്ണ് ചെയ്യണ ആദ്യത്തെ കോംപ്രമൈസ് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടോ അത് എപ്പോഴും അതിൻ്റെ സമയമൊക്കെ ആവുന്ന ഒരു സമയത്ത് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ വാതിലിൻ്റെ അരികത്ത് വന്നിട്ട് ഏതോ ഒരു പാവത്തിനെ പോലെ നിങ്ങളൊക്കെ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ വാതിലിൻ്റെ ഉമ്മർത്ത് വന്നിട്ട് എപ്പം എന്നെ വിളിക്കുക എൻ്റെ കുട്ടീനെ ഒന്ന് കാണാതെ വന്നിട്ട് തലയും കുറിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണും. അതാണ് ഭർത്താവ്, ഈ പുരുഷൻ.
ആദ്യത്തെ കോംപ്രമൈസ്. അത് കഴിഞ്ഞിട്ട് എപ്പോ കേക്കോ എപ്പോ ആ കുഞ്ഞുണ്ടാവണ സമയത്ത് അധികാരത്തോടെ തല എന്താ കാലത്തില് ഏത് കാലത്തും ആ അത് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിന്റെ കോംപ്രമൈസിന്റെ കഥ പറയുമ്പോൾ അവിടെ തുല്യ അവകാശപ്പെടുന്ന ചിലരവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടീനെ നോക്കാൻ വേണ്ടി എവിടൊക്കെയോ ഓടിത്തിരിഞ്ഞ് ആലോചിക്കണം കേട്ടോ. ആദ്യം താലി കെട്ടുമ്പോൾ ഒന്ന് തല കുനിക്കും. അത് കഴിഞ്ഞ് ആ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടി വസ്ത്രം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പെണ്ണ് അത് അപ്പൊ ഒരൊറ്റ ഭാഷ കുനിക്കല്ലോ, കേട്ടു നോക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് ജീവിതം ഒരറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലം തന്നെ പറയാം. അന്ന് സ്ത്രീകൾക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പുരുഷൻ മാത്രം പണിയെടുക്കുന്നത് കൊണ്ട് ഒരറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടി പെടഞ്ഞ് ചാടി വീണ് എവിടെ നിന്നൊക്കെ പോയി കടം മേടിച്ച് ആ കുട്ടീനെ സ്കൂൾ ലൈഫ് എത്തിച്ച് സ്കൂളിൽ നിന്ന് കോളേജിൽ പഠിക്കണം, MBBS പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം പറയുമ്പോൾ ലോകത്തുള്ള കടം മുഴുവനും മേടിച്ച് കടക്കാർ വിളിക്കുമ്പോൾ ആ ചീത്ത മുഴുവനും കേട്ട് ഭാര്യയും മക്കളെയൊന്നും അറിയിക്കാണ്ട് ആ മകൻ ഒരു സമ്പാദിക്കാനൊക്കെ യോഗ്യനായി. അത് കഴിഞ്ഞ് ആദ്യത്തെ ശമ്പളം മേടിക്കുമ്പോൾ അച്ഛൻ്റെ പാവം കീറിപ്പോയ പഴയ കോണൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും തോരയിട്ടുണ്ടാവും. അതിനെ കണ്ടുകൊണ്ട് എത്രയോ വട്ടം ഇറങ്ങിപ്പോയ മകൻ ആദ്യത്തെ ശമ്പളം കൊണ്ട് അമ്മയ്ക്ക് നെക്ലസ് മേടിച്ചു കൊടുക്കുമ്പോൾ ഇതാ കുലിക്കുന്നു തറ. ആര്? പുരുഷൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ കഴിഞ്ഞ് അഭിമാനത്തോടു കൂടി എന്നും മക്കൾ പറയും എൻ്റെ പേര് അച്ഛനോട് ചേർത്തിട്ട് തന്നെയാണല്ലോ പറയുക. അപ്പം അമ്മയുടെ പേരില്ല എന്ന് പറയുമ്പോൾ ഈ എല്ലാ സമ്മാനങ്ങളും വലുതായതിനു ശേഷം അമ്മയ്ക്ക് മാത്രം കൊണ്ടുവന്ന് കൊടുത്ത് അച്ഛൻ്റെ പേര് പോലും പറയാണ്ട് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് എൻ്റെ അമ്മയാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ, അതുപോലെ തന്നെ ചുറ്റുവട്ടം മുഴുവൻ വന്നിട്ട് ഇങ്ങനൊരു മകനെ പ്രസവിച്ച് ഇങ്ങനൊരു മകനെ, നല്ലൊരു മകനാണെങ്കിൽ കേട്ടോ, മകനെ ഞങ്ങൾക്ക് നൽകിയ നിങ്ങളെ ഞങ്ങൾ നമസ്കരിക്കണമെന്ന് പലരും പറയുമ്പോൾ അവിടെ ഇതിനൊക്കെ കൂട്ടായി നിന്ന ഒരാൾ ഇതൊന്നും കേൾക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ആരും ഇത് പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ എവിടെയോ തലകുനിച്ച് നിൽക്കുമ്പോൾ പുരുഷനും തലകുനിക്കുന്നു. അല്ല, കോംപ്രമൈസ് അവിടെ എന്താ ആ അച്ഛന്റെ കടമകളാണ് ചെയ്യുന്നു, ആ അച്ഛനെ മക്കൾ മാനിക്കേണ്ടതുമാണ്. പക്ഷെ കടമകളൊക്കെ ചെയ്തിട്ടും പക്ഷെ ആ അച്ഛന്റെ സ്വാതന്ത്ര്യമുണ്ട് എന്തിനും. അതെ അതെ. ഞാൻ പറഞ്ഞത് പിന്നെ ഒരു 50 അല്ല ഞാൻ ബഹുമാനിക്കുന്നു അല്ല. അപ്പൊ അങ്ങനെ പറയരുത്. എന്താ ഞാൻ പറഞ്ഞതല്ല. പെണ്ണുങ്ങള് അന്നത്തെ കാലത്ത് കോംപ്രമൈസിന് മാത്രം തലക്കപ്പെട്ട എത്രയോ ജന്മങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നീ പറഞ്ഞ അച്ഛന്റെ കാര്യം അവിടെ വരുന്നില്ല. അപ്പൊ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ആദ്യം എന്നാ വേറൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. വളരെ ചെറുത്. ഒരൊറ്റ ചോദ്യത്തിന് അന്നത്തെ കാലത്ത് തലക്കപ്പെട്ട സ്ത്രീ ജന്മങ്ങൾ അത് ഞാൻ ബഹുമാനിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് അതില്ലല്ലോ. ആ ബഹുമാനത്തോടൊപ്പം ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അന്നത്തെ കാലത്ത് നിങ്ങൾ ആദ്യമായിട്ട് അച്ഛനും അമ്മയും കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു പുരുഷൻ, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു അല്ലേ? ആ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിക്ക് ശേഷം നിങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു മക്കളുണ്ടാവുമ്പോൾ എങ്ങനെയോ ആ ഭർത്താവ് രണ്ടാമനോ മൂന്നാമനോ ആയി പോകുന്നു. രണ്ടാമനോ മൂന്നാമനോ ഒരു മക്കളുണ്ടാകുക, രണ്ടാമൻ മൂന്നാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ മൂന്നാമനായി പോകുന്നു. ആ മൂന്നാമനായി പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യുന്നില്ലേ ഒരു കോംപ്രമൈസ്? അപ്പോ ജീവിതകാലം ജനിച്ചപ്പോ തൊട്ടേ ഈ സ്ത്രീകൾക്ക് കോംപ്രമൈസ് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ. ജീവിതത്തില് ജീവിതത്തിൽ കോംപ്രമൈസ് അനിവാര്യമാണ്. അതുപോലെ തന്നെ അമ്മ പറഞ്ഞ കാര്യം അതിനോട് ഇങ്ങോട്ട് വരാട്ടോ. കുറച്ച് കറിവേപ്പില ഇതായി, ഇത്രയേ ഉള്ളൂ. കണ്ട, ഇത്രേ പണിയുള്ളൂ. ഇതാണ് ഉള്ള വിഷയം. മനസ്സിലായോ? അപ്പൊ ജീവിതകാലം മുഴുവനും കോംപ്രമൈസ് ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ ഇട്ടു. ഇനിയിപ്പോ നമുക്ക് ഇതിനെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുത്താൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇളക്കുമ്പോൾ നോക്കൊരു മണം. എന്ത് രസാല മണം കേൾക്കുമ്പോൾ നമുക്ക് ഇത് കൂട്ടി ചോറ്, എന്ത് വറുത്തരച്ച സാമ്പാർ, എന്ത് കറി, എന്ത് ഒന്നും സിമ്പിൾ റെസിപ്പി ഇല്ലേ. ഇത് കൂട്ടിയിട്ട് ചോറുണ്ടുമ്പോൾ നമുക്ക് ഒരു പിടി ചോറ് കൂടുതൽ ഉണ്ണാൻ തോന്നും. ഇതിനെ കുറിച്ച് അറിയേണ്ടതാണ്. മനസ്സിലായോ? കഴിഞ്ഞു. അപ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ 4 ചുമരുകൾക്കുള്ളവർ മാത്രം ഒതുങ്ങിക്കൂടിയ ആ മഹത്തായ സ്ത്രീകളോട് ഉള്ള ബഹുമാനം കൊണ്ട് തന്നെ ഇന്ന് ആ കാലം അങ്ങോട്ട് മാറി. ഇന്ന് അഥവാ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് എന്താ പറയുക, ലോക അതിശയങ്ങളിലൊന്നായി മാറും. കാരണം ഇന്ന് പുരുഷനെക്കാട്ടിലും കൂടുതൽ എന്തും നേടിക്കൊണ്ടിരിക്കുന്നതും പെൺകുട്ടിയോട് തന്നെയാണ്. ഇന്നിപ്പോൾ പുരുഷൻ ഇരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും മേൽ പദവികളിലൊക്കെ ഏറ്റവും എന്താ പറയുക എല്ലാ മേഖലകളും കീഴടക്കി കഴിഞ്ഞു. പക്ഷെ എന്നാലും ജീവിതം എന്നുള്ള കോംപ്രമൈസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ
സ്ത്രീ എത്രത്തോളം കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ നല്ലൊരു പുരുഷനും അത്രത്തോളം കോംപ്രമൈസ് ചെയ്ത് പോകുന്നൊരു സത്യം സത്യം നല്ലൊരു പുരുഷൻ. അല്ല സത്യം നല്ലൊരു മനുഷ്യനും നല്ലൊരു സ്ത്രീയും. അപ്പം സത്യം കഥകൾ എഴുതാൻ മറന്നു പോണു, കവികൾ പാടാൻ മറന്നു പോണു, ജീവിതം അറിയാൻ മറന്നു പോണു. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഒപ്പം എവിടെയോ കുറച്ച് പുരുഷരത്നങ്ങളുമുണ്ട്. അതില്ലെന്ന് ഞാൻ പറയില്ല, അതുണ്ട്, കുറച്ചല്ല. പിന്നെ കോംപ്രമൈസ് എന്ന് പറയണത് വെറും ഒരു വാക്ക് മാത്രമല്ല, കോംപ്രമൈസ് ആണ് ജീവിതം. ഇപ്പൊ നീ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ഇന്ന് പുരുഷന്മാർ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അന്ന് ചെയ്തില്ലെങ്കിലും അവർ ഇന്ന് ചെയ്യുന്നുണ്ട്, അത് സത്യം. അങ്ങനെ കോംപ്രമൈസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അത് അന്ന് ചെയ്തത് വേറെ രീതിയിലാണെങ്കിൽ ഇന്നും ചെയ്തുകൊണ്ടുണ്ട്. കാരണം ഒരു ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാക്ക് അമ്മ പറഞ്ഞ കോംപ്രമൈസ് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അതില്ലാണ്ട് ജീവിതം ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരാളുടെ ജീവിതം മുന്നോട്ട് പോകില്ല. എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാതെ ആരും ഇതുവരെ ജീവിതത്തിൽ അവസാനം വരെ ജീവിച്ചിട്ടേ ഉണ്ടാവില്ല. ഇന്ന് വരെ ശ്രീരാമചന്ദ്രനാണ് സീതാദേവിനെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരായി ചെയ്ത ചില കോംപ്രമൈസുകളുണ്ടാവും. കോംപ്രമൈസ് ഈസ് നോട്ട് എ സ്മോൾ വേർഡ്. അതിന് വളരെ വലിയൊരു അർത്ഥമുണ്ട് അല്ലേ. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ സത്യം. ചില വിട്ടുവീഴ്ചകൾ, കോംപ്രമൈസുകൾ, ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? ജീവിതത്തിന് അർത്ഥപൂർണ്ണമാവുന്നത് കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ അവിടെ എൻ്റർ ആവുമ്പോഴാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയായോ? ഞാൻ പറഞ്ഞത് അന്തകാലം കണ്ണേ, இந்த காலம் இல்ல. அப்படியா? അല്ല அந்த காலத்துக்கு நான் சப்போர்ட் பண்றேன். அந்த കാലത്തിൽ എവിടെയായിരുന്നു കോംപ്രമൈസ് ആണുങ്ങൾ ചെയ്തിരുന്നത്? ഉണ്ടോ? ഇല്ലേ? ഇല്ല. അന്ധകാലത്ത് ഞാൻ ഇല്ലല്ലോ. കാലത്തിലെ ആണുങ്ങൾ കോംപ്രമൈസിന് മുഴുകിയിട്ടുണ്ട്, അത് ഞാനില്ല. പക്ഷെ അന്ധകാലത്ത് ഞാൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അന്ധകാലത്തിനെ പറ്റി കൂടുതൽ പറയാറില്ല. അപ്പൊ പിന്നെ നീ ഞാൻ പറയുന്നത് എന്തിനാണ് വേറെ അർത്ഥം കൽപ്പിച്ചിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞത്? അത് ഞാൻ അമ്മേനെ ഒന്ന് ചുണ്ടി കയറ്റാൻ വേണ്ടി പറഞ്ഞാണ്. അമ്മ അങ്ങനെ ജയിച്ചു പോകണ്ടല്ലോ എന്ന് ഞാനൊന്ന് കരുതി. അമ്പടാ കേമാ. അപ്പൊ ഇന്നത്തെ ഇതാവില്ലേ മുളക് സിമ്പിളല്ലേ, ഒന്നും വേണ്ട. ഒരു 4 മുളക് അരക്കിയ കുറച്ച് കഷ്ണങ്ങൾ, ഏത് കഷ്ണങ്ങളാണെങ്കിലും ഇതിലിടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമ്മളൊരു മുളക് വെക്കുക. അപ്പോൾ ഇത് കൂട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വറുത്തതോ എന്തെങ്കിലും കൂട്ടി നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഇന്ന് മുളക് കൂട്ടാൻ ആരെങ്കിലും വരുന്നുണ്ട് എൻ്റെ കൂടെ? അതോ മുളക് ഉണ്ടാക്കി ചേച്ചി എന്നെ വിളിക്കണമെന്ന് പറയോ? അപ്പൊ